എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഓണം സ്പെഷ്യൽ അടപ്രഥമൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുൻപ് നമ്മളൊരു അടപ്രഥമൻ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അതത്ര ക്ലിയറും അല്ല, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയാനും ഉണ്ട്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് അടപ്രഥമൻ വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കറ്റിലുള്ള അടയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. ഇത് അരി വെച്ചിട്ടുള്ള അടയാണ്. അപ്പോൾ നീളത്തിലിങ്ങനെ കിടപ്പുണ്ടാവും. അപ്പോൾ അത് ചെറുതായിട്ട് ഒന്ന് ഒടിച്ചെടുക്കണം. നമ്മൾ അടയുടെ ഒരു സൈസിൽ നമ്മളിതൊന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് ഒടിച്ചെടുത്താൽ മതി. അട 2 ടൈപ്പിൽ കിട്ടും. അരി വെച്ചിട്ടുള്ളതും കിട്ടും, മൈദ വെച്ചിട്ടുള്ളതും കിട്ടും. പക്ഷേ അരി വെച്ചിട്ടുള്ളത് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പൊടിച്ച ശർക്കരയും പിന്നെ കുറച്ച് ഉണ്ട ശർക്കരയും കൂടെ ആണ് എടുത്തിരിക്കുന്നത്. ഒരു സോസ് പാനിലേക്ക് നമ്മൾ ഈ ശർക്കര ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ച് എടുക്കാനും പറ്റും. ഇതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട, കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാനിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ ഒടിച്ചു വെച്ചിരിക്കുന്ന അട എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ അട വേവിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുക്കുക. ധാരാളം വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് അതിൽ അട വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടകൾ തമ്മിൽ ഒട്ടിയും പിടിക്കില്ല, നല്ലതായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പാത്രത്തിൽ, ഒരു 5 ലിറ്ററിൻ്റെ പാത്രമാണ്. അപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളം എടുത്തു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മൾ അട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതൊരു 10 മുതൽ 20 മിനിറ്റ് വരെ ഇത് ചെറുതിയിലിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് അട നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. അട നന്നായിട്ട് വെന്ത് കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ പായസത്തിൽ കിടന്നാൽ ഇത് വെന്ത് കിട്ടില്ല. ശർക്കരയിൽ ഇട്ട് കഴിഞ്ഞാൽ അട വേവില്ല. അപ്പോൾ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്ട്രെയിനറിൽ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ അട ഒന്ന് കഴുകിയെടുക്കണം. തമ്മിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അട നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടപ്രഥമൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പശുമ്പാൽ ചെയ്താൽ ടേസ്റ്റ് അത്ര കിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ഫ്രഷ് തേങ്ങയ്ക്ക് പകരം ക്യാനിലുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രഷ് തേങ്ങയ്ക്ക് ഒരു വല്ലാത്തൊരു ചവയാണ് മിക്കപ്പോഴും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാൽ എടുത്തിരിക്കുന്നത്. ഫ്രഷ് തേങ്ങയാണെന്നുണ്ടെങ്കിൽ 2 തേങ്ങയുടെ പാൽ വേണം. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന 2ാം പാലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 1 കവർ എന്ന് പറയുന്നത് 1 കപ്പാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 2ാം പാൽ വേണ്ടത് 4 കപ്പ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ടിപ്പാലിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ 2ാം പാലായി. അപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പാൽ കിട്ടും. അപ്പോൾ ഈ തേങ്ങാപ്പാലിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഫ്രഷ് തേങ്ങ പിഴിഞ്ഞെടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാലിന്. അപ്പോൾ നമ്മൾ 2ാം പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസുമാണ്. അപ്പോൾ ഇത് നമുക്കിനി നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ആദ്യം ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി കാഷ്യൂ നട്ട്സ് ചേർക്കാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കോരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഒരുമിച്ച് വറുത്താൽ മതി. അപ്പം കാഷ്യൂ നട്ട്സും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ട് വീണ്ടും ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ പോകും. ഇവിടെ കിട്ടുന്നതിൽ അങ്ങനെ അഴുക്ക് ഉണ്ടാവാറില്ല. ഇനി ഈ ശർക്കരയിൽ കിടന്ന് ഈ അട നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരണം. അപ്പോഴാണ് അടയിലേക്ക് മധുരമൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നത്. ഇങ്ങനെ തന്നെ നമ്മൾ പാലൊഴിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പായസത്തിന് അത്ര ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് ഈ അടയും ശർക്കരയും കൂടെ നന്നായിട്ട് ശർക്കരയിൽ കിടന്ന് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ടിത് തിളച്ച് ശർക്കര പാനി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 4 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2 വലിയ തേങ്ങ വേണം ഈ ഒരു പായസത്തിന്. 200 ഗ്രാം അടയുടെ അളവിനാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ അടയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് കുറുകി വരണം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും ഇത് നന്നായിട്ട് തിളച്ചെടുക്കുക വരുമ്പോൾ നല്ല കുറുകി തന്നെ കിട്ടും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചവ്വരി വേവിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ചവ്വരി കടിക്കാൻ കിട്ടുന്ന ഒരു പായസത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് ചവ്വരി അതുപോലെ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് എടുത്തിട്ടുള്ളതാണ്. ചവ്വരി നന്നായിട്ട് ഇതിൽ വേവിച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയിൽ കിടന്ന് ചവ്വരി വീണ്ടും വേവില്ല. ചവ്വരി നമ്മൾ അരിച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി പായസത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി വറുത്ത ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിതിലേക്ക് പായസത്തിലേക്ക് ഒഴിക്കുമ്പോൾ കട്ട കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ 1ാം പാല് ചേർക്കാനുള്ള സമയമായി. അപ്പോൾ 2 തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി പിഴിഞ്ഞെടുക്കുന്നതാണ് 1ാം തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മളിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ സാന്റാ മറിയയുടെ പാക്കറ്റിൽ പല ടൈപ്പ് കിട്ടും. ലൈറ്റ് കിട്ടും, ഒറിജിനലുണ്ട്, അതുപോലെ തന്നെ റിച്ചും ഉണ്ട്. അപ്പോൾ 3 ടൈപ്പുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് വാങ്ങാം. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്തത്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് ഒരുപാട് ഇളക്കിയിട്ട് തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കുക. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ട് വരും. ഒത്തിരി വെള്ളമില്ലാതെ ഒത്തിരി കുറുകിയിരിക്കുന്ന അടപ്രഥമൻ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സദ്യയിലൊക്കെ പോയി കഴിക്കുന്ന അതേ രീതിയിലുള്ളതാണ്, കറക്റ്റ് മധുരം. പിന്നെ നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ആദ്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടെ നിങ്ങൾ ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഈ അടപ്രഥമൻ ഈ ഓണത്തിന് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.